നമസ്കാരം. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന ഇടക്കാല ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ പലതും വന്നു കഴിഞ്ഞു. ജനപ്രിയമായിരിക്കും ബജറ്റ് എന്നാണ് കൂടുതൽ പേരും പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് വരും മുൻപ് കേന്ദ്രമന്ത്രിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയെന്ന് നോക്കാം. കാരണം വളരെ നിർണായകമാണ് അത്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരും എന്ന വിലയിരുത്തലുകൾക്ക് ഇടയിലാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മലാ സീതാരാമൻ തയ്യാറെടുത്തിരിക്കുന്നത്. എന്നാൽ ആഗോളമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളും ഉയർന്ന പണപ്പെരുപ്പ നിരക്കും അടുത്ത സാമ്പത്തിക വർഷം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യ ശക്തമായ വളർച്ച അടുത്ത സാമ്പത്തിക വർഷം നേടും എന്ന് പ്രവചിക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ തന്നെ നേരിട്ടേക്കാവുന്ന വെല്ലുവിളികളെക്കുറിച്ചും പറയുന്നുണ്ട്. വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തേത് ആഗോള പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ച നിർണ്ണയിക്കുന്നത് ആഭ്യന്തര ഘടകങ്ങൾ മാത്രമല്ല, ആഗോള സംഭവ വികാസങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നിവയും അനുബന്ധമായി ഉടലെടുത്തിട്ടുള്ള നിരവധി സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ചെങ്കടലിൽ ഉടലെടുത്ത സംഘർഷവും സുരക്ഷാ പ്രശ്നങ്ങളും വലിയ തടസ്സങ്ങൾ ആഗോള ട്രേഡിൽ സൃഷ്ടിക്കും. രണ്ടാമത്തെ വെല്ലുവിളി ഊർജ്ജ സുരക്ഷയും ഊർജ്ജ സ്രോതസ്സിലെ പരിവർത്തനവുമാണ്. ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ഇപ്പോൾ നടക്കുന്ന ഊർജ്ജ പരിവർത്തനവും തമ്മിൽ അതിസങ്കീർണമായ ഒരു വടംവലി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഊർജ്ജ ഉൽപ്പാദനത്തെയും വിതരണത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതാണ്. നിലവിലെ ആഗോള സാഹചര്യം അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. റഷ്യയുടെ എണ്ണ വിൽപ്പനയും ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ വില നിർണ്ണയവും ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലും ഒക്കെ ഈ കാര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വാങ്ങിയ എണ്ണ കപ്പലുകളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് നേരിടുന്ന വെല്ലുവിളികൾ, ഇതെല്ലാം ഓരോ രാജ്യത്തെയും ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇതുവരെ ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ, അതായത് ആഗോള സംഘർഷം കാരണം ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് വലിയ തോതിൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റിയിരുന്നു. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ സാധിച്ചതൊക്കെ അതിൽ ഒരു കാരണം തന്നെയാണ്. പക്ഷേ വരും നാളുകളിലും അത്തരത്തിൽ ഒരു വെല്ലുവിളിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അങ്ങനെ സാധിക്കാതെ വന്നാൽ അത് നമ്മുടെ സാമ്പത്തികാവസ്ഥയെ സാരമായി ബാധിക്കും. മൂന്നാമത്തെ വെല്ലുവിളി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവാണ്. അത് സേവന മേഖലയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചില്ലറയല്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും അത് ബാധിക്കും. ആഗോളമായി 40% തൊഴിൽ നഷ്ടത്തിന് AI കാരണമാകും എന്നാണ് കണക്കാക്കുന്നത്. നാലാമത്തെ വെല്ലുവിളി പണപ്പെരുപ്പമാണ്. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. അത് എന്തൊക്കെയെന്ന് കൂടി നമുക്ക് നോക്കാം. വെല്ലുവിളികൾ മാത്രം പോരല്ലോ, നല്ല കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാകുമെന്ന് കൂടി അറിയാം നമുക്ക്. കാർഷിക ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുന്നത് മുതൽ ഇന്ത്യയെ പുതിയ ഒരു ഉൽപ്പാദന ഹബ്ബായി മാറ്റാൻ ഉതകുന്ന സമഗ്രമായ നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ടാകും. ക്ഷേമ നമ്പർ 1 ആയി നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ വനിതകളുടെ വോട്ട് പരമാവധി ഉറപ്പുവരുത്താനായി ഭൂവുടമകളായ കാർഷക സ്ത്രീകൾക്കുള്ള ക്ഷേമവിഹിതം നിലവിലുള്ള 6000 രൂപയിൽ നിന്നും 12000 രൂപയായി ഉയർത്തുന്നതിനുള്ള പ്രഖ്യാപനമാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് ഈ മേഖലയിലുള്ളവർ ഇതിനെ കാത്തിരിക്കുന്നത്. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന വിവിധ നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ടാകുമെന്നാണ് കരുതുന്നത്. ക്ഷേമം നമ്പർ 2 കാർഷിക ഗ്രാമീണ മേഖലകളിലെ ഉൽപ്പാദനക്ഷമത ഉയർത്തുവാനും വിപണിയിൽ കൂടുതൽ പണം എത്തിക്കുവാനും ലക്ഷ്യമിട്ട് ഭക്ഷ്യ വളം സബ്സിഡികൾ കൂട്ടുവാൻ ബജറ്റിൽ നിർദ്ദേശമുണ്ടായേക്കും. ഇത് കാർഷിക മേഖലയ്ക്ക് വലിയ ഊർജ്ജം പകരും. ദാരിദ്ര്യ വിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ട് സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി 5 വർഷം കൂടി നീട്ടാൻ നേരത്തെ മോദി സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിന് പിന്നാലെ ആയിരിക്കും ഈ സബ്സിഡിയൊക്കെ ഉയർത്തുന്നത്. ഇനി ക്ഷേമം നമ്പർ 3 ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ ഇടക്കാല ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവടുപിടിച്ച് ലോകത്തെ മുൻനിര വിദേശ സർവകലാശാലകളെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ നിക്ഷേപ സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ നികുതി ഇളവുകൾ അടക്കമുള്ള ആനുകൂല്യങ്ങളും ധനകാര്യമന്ത്രി മുന്നോട്ട് വെച്ചേക്കാം. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയെ ആഗോള സൂപ്പർ പവർ ആക്കുവാനാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ വായ്പകളുടെ പലിശയ്ക്ക് സബ്സിഡി അനുവദിക്കണം എന്നത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. അതും പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് ഹരിത ഇന്ധനങ്ങൾക്ക് നികുതി ഇളവുകൾ പ്രതീക്ഷിക്കാമെന്നതാണ്.
പ്രകൃതി സൗഹൃദ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുടെ ഭാഗമായി ഹരിത ഊർജം, അതുപോലെ തന്നെ സൗരോർജം, കാറ്റാടി, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ നിർമ്മാണ മേഖലയ്ക്കുള്ള നികുതി ഇളവുകളും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഊർജ്ജം പകരും ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ മാർക്കറ്റിൽ. അതേസമയം വ്യക്തിഗത നികുതി നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് കരുതുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ വ്യക്തിഗത കോർപ്പറേറ്റ് നികുതി നിരക്കുകളിൽ ഇടക്കാല ബജറ്റിൽ മാറ്റം വരുത്തുവാൻ ഇടയില്ല എന്നാണ് ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇടക്കാല ബജറ്റുകളിൽ നികുതി നിരക്കുകളിൽ വലിയ മാറ്റം വരുത്തുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണവും ഏർപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് പൊതുവിൽ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാവുന്നത്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, വലിയ വെല്ലുവിളികൾ കൂടി അതിജീവിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയുള്ള ബജറ്റായിരിക്കും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ബജറ്റുകൾ അവതരിപ്പിച്ച അതേ ടീമുമായി തന്നെയാണ് ഈ ബജറ്റും അവതരിപ്പിക്കുവാനായി കേന്ദ്രമന്ത്രി എത്തുക എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതേ ഉദ്യോഗസ്ഥർ തലപ്പത്തിരിക്കുന്ന ഓരോ വിഭാഗത്തിൻ്റെയും ഉദ്യോഗസ്ഥർ അതുതന്നെയാണ്. അപ്പോൾ ഒരു പൊതുവിൽ നിർമ്മലാ സീതാരാമൻ ടച്ചുള്ള ബജറ്റ് തന്നെ ആയിരിക്കും. ഈ വെല്ലുവിളികളെ എങ്ങനെയാണ് ഇന്ത്യ നേരിടാൻ പോകുന്നത് എന്നുകൂടി അറിയാൻ ധനകാര്യ രംഗത്തെ വിദഗ്ധർ വളരെ സാഹുതം കാത്തിരിക്കുകയാണ്. വളരെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്.